നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രോബിലേക്ക് സ്വാഗതം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞങ്ങൾ കല്ല് മാത്രം ഇട്ടു പോകുന്നവരല്ല. കല്ലിട്ടാൽ കല്ലിൽ കല്ല് വയ്ക്കും, കല്ലിൻ്റെ മീതെ കല്ലും കെട്ടും, അതൊരു വീടാകും. അത് തീരുമാനിച്ച മനുഷ്യൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമ്മാനിക്കും. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. തകർന്നടിഞ്ഞ മുണ്ടക്കൈ ചൂരൽമലയിൽ മുഴങ്ങിയ വാക്കുകളാണിത്. അത് വെറുമൊരു പ്രസംഗം മാത്രമല്ല, തകർന്നു പോയ ജനതയ്ക്ക് നൽകിയ ഉറപ്പായിരുന്നു. ആത്മവിശ്വാസത്തിന് മുന്നിൽ ജനങ്ങൾ ആർത്തിരമ്പിയത് വെറുതെയല്ല. ഇടതുപക്ഷ സമീപനം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നതിന് സഖാവ് കെ രാജൻ ഒരു പുത്തൻ മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. അടിയുറച്ച രാഷ്ട്രീയ ബോധവും അചഞ്ചലമായിരിക്കുന്ന മനുഷ്യസ്നേഹവും ഒത്തുചേർന്നിരിക്കുന്നു. ഇനി ജീവിതമില്ല എന്നു കരുതി മരണത്തെപ്പോലെ സ്വപ്നം കണ്ടു തുടങ്ങിയ പാവം മനുഷ്യരെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സർക്കാർ കൂടെയുണ്ട് എന്ന് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവർത്തികൾ കൊണ്ടാണ് സഖാവ് രാജൻ ബോധ്യപ്പെടുത്തിയത്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വെറുമൊരു ഉടമസ്ഥാവകാശത്തിൻ്റെതല്ല, അത് അതിജീവനത്തിൻ്റേതു കൂടിയാണ്. ആ സത്യം തിരിച്ചറിഞ്ഞാണ് സഖാവ് രാജൻ ഓരോ ചുവടും നീങ്ങിയത്. ഭൂമിയില്ലാത്തവന് ഭൂമിയുടെ അവകാശം നൽകുക എന്നത് 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും നയവുമാണ്. 2024 ജൂലൈ 29 അർദ്ധരാത്രിയിലേക്ക് ഒലിച്ചുപോയ 298 മനുഷ്യരുടെ ഓർമ്മകൾ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ തളിരണിയും. അവിടെ ഇനി അനേകം തലമുറകളുടെ പ്രതീക്ഷകൾ കതിരാടും. ഭാവിയുടെ നിറസ്വപ്നങ്ങളിലേക്ക് അവരെയെല്ലാം വഴി നടക്കും. മലയാളിയുടെ ഉള്ളുപൊട്ടിയ രാപ്പാതിയിലില്ലാതായ ഗ്രാമങ്ങൾക്ക് പകരം മെനഞ്ഞ ഈ സൗഹൃദ മന്ദിരങ്ങളിൽ അവർ മുണ്ടക്കയുടെയും ചൂരൽമലയുടെയും സ്നേഹം പുനഃസൃഷ്ടിക്കും. പുതുമുറ്റങ്ങളിലേക്ക് പൂക്കളും പറവകളും വിരുന്നെത്തും. അവിടെ വേണ്ടതെല്ലാം ഒരുക്കി നൽകാൻ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുണ്ട്. കല്ലിടുക മാത്രമല്ല, കല്ലിനുമേൽ കല്ല് വെച്ച് അതിനുമേൽ നിശ്ചയദാർഢ്യവും കഠിനപ്രയത്നവും ചേർത്ത് വെച്ച് അതിനുമേൽ മനുഷ്യരുടെ ആശയവും അഭിലാഷവും വീണുപോകാതെ എടുത്തു വെച്ച് സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം കെട്ടി ഉയർത്തിയിരിക്കുകയാണ് LDF സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതരുടെ കനവുകൾ ഇവിടെ പൂത്തു തളിർക്കും. മരണത്താഴ്വരയിൽ നിന്ന് മടങ്ങിയെത്തിയവർ ചേർന്നൊരുക്കുന്ന ഹൃദയാരാമമായിരിക്കും. അവരുടെ സ്വപ്നങ്ങൾ പൂത്ത് തളിർക്കും. ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുടെ മേൽ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ശക്തി ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിച്ച് വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെ സാമ്രാജ്യത്വം എന്ന് വിളിക്കാം. ബലപ്രയോഗത്തിലൂടെയും അധിനിവേശത്തിലൂടെയും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നു. അമേരിക്ക ഇന്ന് മറ്റ് രാജ്യങ്ങളിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അവസാനത്തെ ഇരയാണ് ഇറാൻ. യാതൊരു പ്രകോപനവുമില്ലാതെ പരമാധികാര രാഷ്ട്രമായ ഇറാനു നേരെ അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണമാണ് അഴിച്ചുവിടുകയും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇസ്രയേൽ US കൂട്ടുകെട്ടിൻ്റെ നടപടി ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ കിരാതവാഴ്ച ധാർമ്മിക ബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയുകയുമില്ല. എന്നിട്ടും ട്രംപ് നെതന്യാഹു സഖ്യത്തിൻ്റെ കാട്ടുനീതിക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല എന്നത് ഓരോ ഇന്ത്യക്കാരനെയും ലജ്ജിപ്പിക്കുന്നു. US-ൻ്റെ പിന്തുണയോടെ ഇസ്രയേൽ ഏകപക്ഷീയമായി തുടങ്ങിവെച്ച യുദ്ധത്തെ അപലപിക്കാനോ ഇന്ത്യയുടെ ചിരകാല സുഹൃത്തായ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ അരുംകൊലയിൽ ഒന്ന് അനുശോചിക്കാൻ പോലുമോ ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടില്ല. ഇസ്രയേലുമായി സൈനിക കാര്യങ്ങളിലടക്കം വ്യാപകമായിരിക്കുന്ന സഹകരണമാണ് മോഡി ഭരണത്തിന് കീഴിൽ ഇന്ത്യക്കുള്ളത്. ഇന്ത്യൻ ഭരണകൂടത്തിൽ ഇസ്രയേലിനുള്ള അമിത സ്വാധീനവും രഹസ്യമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തിനു തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത്. പ്രത്യയശാസ്ത്രപരമായ സൗഹൃദവും രാഷ്ട്രീയവും ഭരണപരമായിരിക്കുന്ന വിധേയത്വവും ഇന്ത്യ ഇസ്രയേലിനോട് പുലർത്തുന്നു എന്നതിനാലാണ് ഇന്ത്യയെ കൂടി ഗുരുതരമായി ബാധിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയിൽ നാണം കെട്ട നിലയിൽ മൗനം ദീക്ഷിക്കാൻ മോഡി ഭരണകൂടം നിർബന്ധിതമായത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുതൽ വ്യാപാര കരാർ വരെ ഇന്ത്യയുടെ അന്തസ്സിനെ ഹരിക്കുന്ന തരത്തിൽ ട്രംപ് നടത്തിയ പ്രസ്താവനകളോട് പുലർത്തിയ മൗനവും ഇത്തരത്തിലുള്ളതായിരുന്നു എന്നും ഓർക്കേണ്ടതാണ്. ജനയുഗം പൊളിറ്റിക് പ്രോബിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.